കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ മേന്മയോ ഉടുക്കുന്ന വസ്ത്രത്തിൻ്റെ വിലയോ ഉറങ്ങുന്ന വീടിൻ്റെ വലിപ്പമോ അല്ല. ഏത് തരത്തിലാണെങ്കിലും സന്തോഷമായി ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ജീവിത വിജയം. നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചെറിയ ഒരു സങ്കടം പോലും ചെന്ന് പറയുമ്പോൾ നീ ധൈര്യമായിരിക്ക് എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. ഒരു മോശപ്പെട്ട കാര്യത്തിൻ്റെ പേരിലോ ഒരു മോശപ്പെട്ട ദിവസത്തിൻ്റെ പേരിലോ നമ്മളൊരു മോശപ്പെട്ട ജീവിതമാണ് നയിക്കുന്നത് എന്ന തോന്നൽ മനസ്സിൽ സൂക്ഷിക്കാതിരിക്കുക. ഓർക്കുക, കാലം ഇനിയും കടന്നു പോകും. ഈ ദിവസവും ഈ നിമിഷവും കടന്നു പോകും. ഒരിക്കൽ വേദനിപ്പിച്ച ഒരാൾക്ക് വീണ്ടും വേദനിപ്പിക്കാൻ ഒരു അവസരം കൊടുക്കരുത്. വേദനിക്കുമെന്ന് അറിഞ്ഞിട്ടും വീണ്ടും വേദനിപ്പിക്കുന്നത് തിരിച്ചറിവുകൾ ഇല്ലാഞ്ഞിട്ടല്ല, തിരുത്താൻ കഴിയാഞ്ഞിട്ടുമല്ല. അവിടങ്ങളിൽ നമ്മൾ അവർക്ക് ഒന്നുമല്ലെന്ന സൂചനയാണ്. അവിടെ നിന്ന് അപേക്ഷിക്കാൻ നിൽക്കാതെ അന്തസ്സായി വിട പറയാൻ ധൈര്യം കാണിക്കണം. നേട്ടങ്ങൾക്കും പണത്തിനും വേണ്ടി ഓടി നടക്കുമ്പോൾ പിന്നോട്ട് നോക്കി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പുവരുത്തണം. നേടിയ പണത്തിനും പദവിക്കും തിരിച്ചു നൽകാൻ കഴിയാത്ത ഒന്നാണ് ജീവിതം. ജീവിതം എപ്പോഴും നാം ചിന്തിക്കുന്നത് പോലെ ആകണമെന്നില്ല. സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും ഒന്നും തേടി വരണമെന്നില്ല. നാം ആഗ്രഹിക്കാത്ത പലതും നമ്മെ തേടി വരും. ചിലത് നമുക്ക് സന്തോഷവും മറ്റു ചിലത് ദുഃഖവും സമ്മാനിച്ച് കടന്നുപോകും. ഒരു സാഹചര്യം വരുമ്പോൾ ഒഴിവാക്കി പോകുന്നതല്ല സ്നേഹം. ഏത് സാഹചര്യത്തിലും കൂടെ നിൽക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. നമ്മുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും മറ്റാരോടും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ മിണ്ടാനും പറയാനുമായി കണ്ടെത്തുന്ന മറ്റൊരു ലോകമാണ് ഏകാന്തത. നല്ല സൗഹൃദങ്ങൾ നഷ്ടമാകാതെ എന്നും മുറുകെ പിടിക്കണം. ചിലപ്പോൾ അച്ഛനോടോ അമ്മയോടോ ഭാര്യയോടോ ഭർത്താവിനോടോ പറയാൻ കഴിയാത്ത കാര്യങ്ങൾ ഒരു നല്ല സുഹൃത്തിനോട് പറയാൻ കഴിയും. ഒരൊറ്റ വാക്കുകൊണ്ട് ഉപേക്ഷിച്ചത് 1000 വാക്കുകൾ കൊണ്ടുപോലും തിരിച്ചു കിട്ടിയെന്ന് വരില്ല. അകലാൻ എളുപ്പമാണ്, അടുക്കാനാണ് പ്രയാസം. അനുഭവങ്ങളിൽ നിന്നെടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക. അഭിനയങ്ങളിൽ വീണ് വീണ്ടും വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക. വേദനിപ്പിച്ചവർക്ക് ഇനിയും വേദനിപ്പിക്കാൻ ഒരു മടിയും ഉണ്ടാവില്ല. സ്വന്തമായി നിലപാടുകൾ ഉള്ളവർക്കേ ശത്രുക്കൾ ഉണ്ടാകൂ. അല്ലാത്തവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും. ഒന്നോർക്കുക, നമ്മുടെ ആദർശം മറ്റുള്ളവരുടെ പ്രീതിക്കായി ഇല്ലാതാക്കേണ്ടതല്ല, അത് നമ്മുടെ ശരിയാണ്. സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തവരുടെയും എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തവരുടെയും ജീവിതം മറ്റുള്ളവരുടെ കയ്യിലെ പാവയായിരിക്കും. എല്ലാ സാഹചര്യങ്ങളെയും ഒറ്റയ്ക്ക് നേരിടാൻ പഠിക്കുക. കാരണം എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടാവണമെന്നില്ല. സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് മടുപ്പ് തോന്നുന്നവരാണ് കൂടുതലും. ചില കളിപ്പാട്ടങ്ങൾ പുതുമ നഷ്ടപ്പെടുമ്പോൾ വലിച്ചെറിയും. അതിന് എത്ര വിലയുണ്ടെങ്കിലും. അങ്ങനെയാണ് ചില ബന്ധങ്ങൾ. കയ്യിൽ കിട്ടുന്നത് വരെ നല്ലതായിരിക്കും. പിന്നെ അതിൻ്റെ വില കുറഞ്ഞു വരും. അതിനുശേഷം സ്നേഹത്തിന് ഒരു പ്രസക്തിയും ഉണ്ടാവില്ല. ഒന്ന് സംസാരിച്ചാൽ മാറുന്ന തെറ്റിദ്ധാരണകളും ഒന്ന് കണ്ണടച്ചാൽ നീങ്ങുന്ന കുറവുകളും ഒന്ന് ചേർത്ത് പിടിച്ചാൽ അലിഞ്ഞു പോകുന്ന പരാതികളും മാത്രമേ പലർക്കും ഇടയിലുള്ളൂ. പരസ്പരം വാശി ഒഴിവാക്കിയാൽ തന്നെ ബന്ധങ്ങളെ കെട്ടുറപ്പുള്ളതാക്കാം. വിശ്വസിക്കുന്നവരെ ചതിക്കരുത്. സന്തോഷം വരുമ്പോൾ വാക്ക് കൊടുക്കുകയും ദുഃഖം വരുമ്പോൾ കൊടുത്ത വാക്ക് മറക്കുകയും അരുത്. കാരണം ഒന്നും സ്വന്തമായി ഇല്ലാത്തവർക്ക് ആകെയുള്ളത് ചിലരോടുള്ള വിശ്വാസം മാത്രമാണ്. ആർക്കുവേണ്ടിയും സ്വന്തം സന്തോഷങ്ങൾ മാറ്റാൻ ശ്രമിക്കരുത്. അവസാനം അവർ അവരുടെ സന്തോഷങ്ങൾ തേടി പോകുമ്പോൾ വെറും വിഡ്ഢികളായി നിൽക്കേണ്ടി വരും നമ്മൾ. ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എളുപ്പമാണ്, പക്ഷെ ചേർത്ത് നിർത്താൻ അത്ര എളുപ്പമല്ല. കാരണം അത് നമ്മളെ മനസ്സിലാക്കിയവർക്കേ പറ്റൂ. കുറ്റപ്പെടുത്തി കണ്ണ് നിറയ്ക്കുന്നതല്ല, കൂടെ നിർത്തി കണ്ണീർ തുടയ്ക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. ഒരാൾക്ക് നമ്മളോട് സ്നേഹം ഉണ്ടായിരുന്നു എന്നറിയാൻ ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടിവരും. പക്ഷെ ഒരാൾക്ക് നമ്മളോടുള്ള സ്നേഹം കുറയുന്നുണ്ട് എന്നറിയാൻ ഒരു നിമിഷം പോലും വേണ്ട.